പണ്ട് ചൈനയില് ദേവന്മാർക്കിടയിൽ ഒരു യുദ്ധം നടന്നു. അവിടെ പ്രശസ്തരായ 3 പേർ തമ്മിലാണ് ആദ്യമായിട്ട് ഏറ്റുമുട്ടിയത്. തീ തുപ്പുന്ന ഒരു ഡ്രാഗണും ഐസ് തുപ്പുന്ന ഒരു ഡ്രാഗണും സമയത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ സമയമാകുന്ന ഒരു സന്യാസി, ഒരു മോങ്കും തമ്മിലാണ് യുദ്ധം ഉണ്ടായത്. ഈ യുദ്ധത്തിനിടയിൽ ഈ തീ തുപ്പുന്ന ഡ്രാഗണും ഐസ് തുപ്പുന്ന ഡ്രാഗണും അപ്രത്യക്ഷരാവുകയും ഈ സമയമാകുന്ന അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്ന മോങ്കിനെ, സന്യാസിയെ രാജാവ് വിജയിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇവിടുത്തെ ചോദ്യം ഇതാണ്: സമയം എങ്ങനെയാണ് വിജയിച്ചത്? അല്ലെങ്കിൽ ഈ സമയം ഇതിലെ വിജയിയാകാനുള്ള കാരണം എന്താണ്? ഉത്തരം അറിയാവുന്നവർ ഇതിലെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടുക. അറിയാത്തവർക്ക് വേണ്ടി ഉത്തരം പറഞ്ഞു തരാൻ പോവുകയാണ്. ഉത്തരം വളരെ സിമ്പിളായ സയൻസ് ആണ്. തീ എന്ന് പറയുന്നത് നമുക്കറിയാം, കത്താൻ ആവശ്യമായ ഇന്ധനങ്ങളും കത്താൻ സഹായിക്കുന്ന ഓക്സിജനും കൂടെ ഉണ്ടെങ്കിലേ തീക്ക് നിലനിൽപ്പുള്ളൂ. ഇതില് ഓക്സിജൻ ഇല്ലെങ്കിലോ കത്താൻ ആവശ്യമായ ഇന്ധനങ്ങൾ ഇല്ലെങ്കിലോ ഇതിലേതെങ്കിലും ഒന്നില്ലെങ്കിൽ തന്നെ തീ അവിടെ അണഞ്ഞു പോകും എന്നുള്ളതാണ് ശാസ്ത്രം. അതുപോലെ തന്നെ ഐസിന്റെ കാര്യവും ഒരു നിശ്ചിത താപനിലയ്ക്ക് താഴെ എത്തിയാൽ മാത്രമേ ഐസിന് നിലനിൽപ്പുള്ളൂ. അതിന് മുകളിലേക്ക് താപനില കൂടുകയാണെങ്കിൽ ഐസ് അലിഞ്ഞ് ഇല്ലാതാകും. ഇവിടെ ഇതേ സയൻസിലാണ് നമ്മൾ ഉത്തരം കിടക്കുന്നത്. തീ തുപ്പുന്ന ഡ്രാഗൺ അവന്റെ വായിൽ നിന്നും കുറെ തീ ഈ ഐസ് തുപ്പുന്ന ഡ്രാഗന്റെ പുറത്തേക്ക് തുപ്പുകയും ഐസ് തുപ്പുന്ന ഡ്രാഗൺ കുറേയേറെ ഐസ് തീ തുപ്പുന്ന ഡ്രാഗന്റെ പുറത്തേക്ക് തുപ്പുകയും ചെയ്തു. ഈ തീ വന്ന് ഐസിലേക്ക് വീഴുമ്പോൾ അത് ആഗിരണം ചെയ്ത ഐസ് അലിഞ്ഞു പോവുകയും തീയുടെ പുറത്തേക്ക് ഈ ഐസ് വന്ന് വീണപ്പോ ഈ ഐസിന്റെ ശക്തിയാൽ തീ കെട്ടുപോവുകയും ഉണ്ടാവുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ 2 പേരെയും കാണാതായത്. ഈ 2 പേരെയും കാണാതായ സമയത്തും സമയം അതുപോലെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഏതെങ്കിലും സാഹചര്യം കൊണ്ട് അവസാനിച്ചു പോകുന്നതല്ല സമയം. എന്നാൽ തീയെയും ഐസിനെയും സാഹചര്യങ്ങൾക്കും സമയത്തിനും അനുസരിച്ച് ഇതിലെ അവസ്ഥയ്ക്കനുസരിച്ച് മാറ്റാൻ കഴിയുകയോ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ കഴിയുകയോ ചെയ്യും. അതുകൊണ്ടാണ് സമയം ജയിച്ചത്.